ഒരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളോട് കാണിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതായത് SSK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു പദ്ധതിയാണ്. അതോടൊപ്പം PM ശ്രീ, ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ SSKയുടെ കേന്ദ്ര വിഹിതം തരികയുള്ളൂ എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അതിനെ അതിശക്തമായിട്ട് തന്നെ എതിർക്കേണ്ടതുണ്ട്. PM ശ്രീയിൽ ഒപ്പിട്ട് PM ശ്രീയിൽ നിന്ന് ഫണ്ട് വാങ്ങിയെന്നാണ് പറയുന്നത്. അത് പച്ചക്കള്ളമാണ്. ഈ പച്ചക്കള്ളം പറഞ്ഞതിന് ശേഷം പിന്നീട് അവസാനം പറയുന്നുണ്ട് SSK ഫണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PM ശ്രീ ഫണ്ട് വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 18ഓളം UDF MP-മാരെ മത്സരിപ്പിച്ചയച്ചിട്ടുണ്ട്, വിജയിപ്പിച്ചയച്ചിട്ടുണ്ട്. ഈ MP-മാർക്ക് അവിടെ പോയിട്ട് എന്താണ് പണി? ഈ PM ശ്രീക്കെതിരെ അല്ലെങ്കിൽ PM ശ്രീയിൽ ഒപ്പിട്ടാൽ മാത്രമേ SSK ഫണ്ട് റിലീസ് ചെയ്യുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ ഒരു ബലംപിടുത്തം നടത്തുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവരിത് ലോക്സഭയിൽ ചോദ്യം ചെയ്യാത്തത്? ഇവർ ചോദ്യം ചെയ്യാത്ത എന്താണ്? മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ കൃത്യവും വ്യക്തവുമായിട്ട് പറയാം. PM ശ്രീയിലൂടെ ഫണ്ട് വാങ്ങിക്കുക, അതിനുശേഷം മലപ്പുറത്തുള്ള ഒരുപാട് സ്വകാര്യ സ്കൂളുകൾക്ക് അതിൻ്റെ ഗുണം കൊണ്ടുവരിക എന്നുള്ളത് മുസ്ലിം ലീഗ് നിലപാടാണ്. മുസ്ലിം ലീഗ് അതിനോട് തുറന്ന് സമ്മതിച്ചാൽ മതി. നമസ്കാരം. കേന്ദ്ര പദ്ധതിയായ PM ശ്രീയിൽ പൂർണ്ണമായി സഹകരിക്കില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ PM ശ്രീയിൽ ഒപ്പിടില്ലെന്നും കേന്ദ്ര സർക്കാരിന് ഇത് സംബന്ധിച്ച് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ നിലപാടും അടിസ്ഥാനം എന്താണ്? അതായത് അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വാസുകി IAS ആണ് PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിശക്തമായ എതിർപ്പുകൾ ഇതിനെതിരെ ഉയർന്നു വന്നിരുന്നു. കാരണം PM ശ്രീ RSS അജണ്ട അല്ലെങ്കിൽ ഒരു സംഘീവൽക്കരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നത്. ഈ NEP-യെ സംബന്ധിച്ചിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ സംബന്ധിച്ചിട്ടും ഒരുപാട് വിവാദങ്ങളുണ്ട്. ദേശീയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇതിനെ ഒന്നും ദേശീയ തലത്തിൽ അഡ്രസ്സ് ചെയ്യാത്തത് അവരുടെ കഴിവുകേടായിട്ട് മാത്രമേ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. എന്നിരിക്കെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളോട് കാണിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതായത് SSK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു പദ്ധതിയാണ്. അതോടൊപ്പം PM ശ്രീ, ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ SSKയുടെ കേന്ദ്ര വിഹിതം തരികയുള്ളൂ എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അതിനെ അതിശക്തമായിട്ട് തന്നെ എതിർക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ടാക്ടിക്സ് എന്താണ് ഇടത് സർക്കാർ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2027 ഈ പദ്ധതി പൂർത്തിയാവും. ഇതിപ്പോൾ 2026 പകുതിയായി. 2027 അവസാനത്തോടുകൂടി ഈ പ്രോഗ്രാമിന്റെ കാലാവധി തീരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SSKയുടെ ഫണ്ട് മേടിക്കാനായിട്ട് PM ശ്രീയിൽ സൈൻ ചെയ്യുക, അത് ഒരു ചെയ്തിട്ടുണ്ട്. അതൊരു സ്വാഭാവികമായിട്ടുള്ള അത് വാസുകിയാണ് പോയി, അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വാസുകിയാണ് പോയിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്. വാസുകി ഇന്ന് ഗവർണറുടെ രാജ്ഭവനിലെ പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ ഇന്നിപ്പോൾ VD സതീശൻ നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വന്നിട്ട് പറയുന്നു PM ശ്രീയിൽ ഒപ്പിട്ട് PM ശ്രീയിൽ നിന്ന് ഫണ്ട് വാങ്ങിയെന്നാണ് പറയുന്നത്. അത് പച്ചക്കള്ളമാണ്. ഈ പച്ചക്കള്ളം പറഞ്ഞതിന് ശേഷം പിന്നീട് അവസാനം പറയുന്നുണ്ട് SSK ഫണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PM ശ്രീ ഫണ്ട് വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ഷംസുദ്ദീൻ PM ശ്രീ ഫണ്ട് വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് വി ശിവൻകുട്ടി, മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വി ശിവൻകുട്ടി തന്നെ രംഗത്ത് വന്നു. PM ശ്രീയിൽ ഒപ്പിട്ടിട്ട് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് തങ്ങൾ കൈപ്പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ്, അതായത് PM ശ്രീയിൽ ഒപ്പിട്ടാൽ മാത്രമേ SSK ഫണ്ട് തരികയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും LDF സർക്കാരിൻ്റെ മുമ്പിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. 2027 അവസാനിക്കാൻ പോകുന്ന ഒരു പദ്ധതി, ആ പദ്ധതിയിൽ ഒപ്പിട്ടു എന്ന് കരുതി ഇവിടെ കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ആ പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോകാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ കത്തിന് വാലിഡിറ്റി ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ? കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഏകദേശം 18ഓളം UDF MP-മാരെ മത്സരിപ്പിച്ചയച്ചിട്ടുണ്ട്, വിജയിപ്പിച്ചയച്ചിട്ടുണ്ട്. ഈ MP-മാർക്ക് അവിടെ പോയിട്ട് എന്താണ് പണി? ഈ PM ശ്രീക്കെതിരെ അല്ലെങ്കിൽ PM ശ്രീയിൽ ഒപ്പിട്ടാൽ മാത്രമേ SSK ഫണ്ട് റിലീസ് ചെയ്യുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ ഒരു ബലംപിടുത്തം നടത്തുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവരിത് ലോക്സഭയിൽ ചോദ്യം ചെയ്യാത്തത്? ഇവർ ചോദ്യം ചെയ്യാത്ത എന്താണ്? മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടതുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് ഇവിടെ വന്നിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പൊതുബോധത്തെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷന്റെ സമയം മുതൽ അദ്ദേഹം ചെയ്യുന്ന കാര്യം ഇതാണ്. ഇലക്ഷൻ 1 വർഷം മുമ്പ് തുടങ്ങിയേ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്.
അതാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ, കുറച്ചു മുമ്പേ അശ്വതി പറഞ്ഞ പോലെ ഈ ജോർജ് കുട്ടി, ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടി ആ മർഡർ നടത്തിയതിനു ശേഷം അവർ ധ്യാനം കൂടാൻ പോയി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ധ്യാനം കൂടാൻ പോയി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറുന്നു, കണ്ടക്ടറുമായിട്ട് സംസാരിക്കുന്നു, ചായക്കടയിൽ വന്നിരുന്ന് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ കേബിൾ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന പയ്യന്റെ അടുത്ത് ഇങ്ങനെ കൃത്യമായിട്ട് റീക്രിയേറ്റ് ചെയ്യുന്ന അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. PM ശ്രീയിൽ ഒപ്പിട്ട് കേരളം പണം വാങ്ങിയെന്ന് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് പറയുക, അതിനുശേഷം പത്രക്കാർ വീണ്ടും എടുത്തു ചോദിക്കുന്ന സമയത്ത് ഇല്ല, PM ശ്രീ പദ്ധതി നല്ല ഫണ്ട് കിട്ടിയിരിക്കുന്നത്, അത് PM ശ്രീയിൽ ഒപ്പിട്ട് SSK ആണ് ഫണ്ടാണ് ലഭിച്ചിരിക്കുന്നത് പറയുന്നു. ഇത് എന്തൊരു പച്ചക്കള്ളമാണിത്? ഇത് പച്ചക്കള്ളമല്ല. ഇത് നമ്മുടെ കേരളത്തിലെ ആളുകളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ല. ഇത് കുറെ നാളുകളായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ നാളുകളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഇതാണ്. ഇത് ശരിയായിട്ടുള്ള രീതിയല്ല. ഇതല്ല ഭരണം എന്ന് പറയുന്നത്. ഇങ്ങനെയാണോ? ഇങ്ങനെ ഭരിക്കാനായിട്ട് ആർക്കാണ് സാധിക്കാത്തത്? കാരണം മുസ്ലിം ലീഗിന്റെ നിലപാടെന്തായിരുന്നു? മുസ്ലിം ലീഗിന്റെ നിലപാടെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ PM ശ്രീ എടുത്ത് അറബിക്കടലിൽ എറിയുന്നു പ്രസംഗിച്ചതാരാണ്? KM ഷാജിയാണ് പ്രസംഗിച്ചത്. ആ KM ഷാജിക്ക് ഇപ്പോൾ പറയുന്നത് എന്താണ്? ഇപ്പോൾ പറയുന്നത് ഇത് ഗവൺമെന്റിന്റെ തുടർച്ചയാണ്. ഒരു ഗവൺമെന്റ് സൈൻ ചെയ്താൽ പിന്നീട് ആ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ലെന്ന്. PM ശ്രീയിൽ സൈൻ ചെയ്തതിന് ശേഷം ഈ ഫണ്ട് മേടിക്കുക എന്നുള്ള ഒരു ടാക്ടിക്സ് മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം PM ശ്രീയിലെ പല കാര്യങ്ങളുമായിട്ട് സഹകരിച്ച് മുൻപോട്ട് പോകാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന് കൃത്യമായിട്ട് സർക്കാർ കത്ത് കൊടുത്തിട്ടുണ്ട്. NCERT യോഗത്തിൽ അതിശക്തമായി എതിർപ്പറിയിച്ചിട്ടുണ്ട് കേരളം. അതിനുശേഷവും പിന്നീട് ഈ സർക്കാരിന് ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനേ ഫണ്ട് ലഭിക്കുകയുള്ളൂ, PM ശ്രീ നേരത്തെ ഒപ്പിട്ടു, അതുകൊണ്ട് ഇനി PM ശ്രീ തുടരാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇവിടെ ഒരു കാര്യം നമ്മൾ കൃത്യവും വ്യക്തവുമായിട്ട് പറയാം. PM ശ്രീയിലൂടെ ഫണ്ട് വാങ്ങിക്കുക, അതിനുശേഷം മലപ്പുറത്തുള്ള ഒരുപാട് സ്വകാര്യ സ്കൂളുകൾക്ക് അതിൻ്റെ ഗുണം കൊണ്ടുവരിക എന്നുള്ളത് മുസ്ലിം ലീഗ് നിലപാടാണ്. മുസ്ലിം ലീഗ് അതുകൊണ്ട് തുറന്ന് സമ്മതിച്ചാൽ മതി. PM ശ്രീ ഫണ്ടിനെ പാണക്കാട് ശ്രീ ഫണ്ടാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, ഇത് ഒരു സംശയം വേണ്ട അതിനകത്ത്. കാരണം കേരളത്തിലെ പല സ്കൂളുകൾക്കും ഇപ്പോൾ ഈ പറയുന്ന PM ശ്രീ പദ്ധതി പ്രകാരം പറയുന്ന എല്ലാ ഫെസിലിറ്റീസും ഉള്ള സ്കൂളുകളാണ്. കിഫ്ബി വഴിയായിട്ട് എല്ലാ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂംസ് ഉണ്ട്, ലാബുകളുണ്ട്, ഇതൊക്കെ ഉള്ളതാണത്. മികച്ച കെട്ടിടങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ പിന്നോക്കം നിൽക്കുന്ന എവിടെയാണ്? പിന്നോക്കം നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ ഈ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം എന്താണ്? അവിടെ ഈ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് സ്വകാര്യ വ്യക്തികൾക്കാണ് സ്കൂളുകൾ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ സമസ്തയ്ക്കോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾക്കോ അല്ലെങ്കിൽ ട്രസ്റ്റുകൾക്കോ ഒന്നുമല്ല. സ്വകാര്യ ട്രസ്റ്റുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും പേരിലാണ് പല സ്കൂളുകളും അനുവദിച്ചിട്ടുള്ളത്. ഇനി വീണ്ടും ഇവർ അധികാരത്തിൽ വന്നിരിക്കുന്നു, UDF അധികാരത്തിൽ വന്നിരിക്കുന്നു, വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ PM ശ്രീന്ന് ലഭിക്കാൻ സാധ്യതയുള്ള വലിയൊരു ഫണ്ടുണ്ട്. അപ്പൊ ഈ ഫണ്ട് ഇവർക്ക് കൊണ്ടുവന്നിട്ട് ഈ സ്വകാര്യ വ്യക്തികളുടെ സ്കൂളുകളിൽ ഡെവലപ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രം മാത്രമാണിത്. ഇത് കേരളത്തിലെ കുറെ മണ്ടന്മാരുടെ അടുത്ത് അത് കൃത്യമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് വി ഡി സതീശന് മാത്രമേ സാധിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് പത്രസമ്മേളനത്തിൽ വിദ്യാഭ്യാസ കാര്യം പറയാൻ വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി വരാത്തത്? നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും പറയാറുണ്ട്, മറ്റേ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അദ്ദേഹമാണ് എല്ലാ പത്രസമ്മേളനങ്ങളും എല്ലാ വകുപ്പുകളുടെയും വന്ന് പറയുന്നത്. ഇവിടെ എന്താ വ്യത്യാസമുള്ളത്? ഇവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതായത് ഷംസുദ്ദീൻ നടത്തേണ്ട പത്രസമ്മേളനം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയത്? ആ ചോദ്യത്തിന് ഉത്തരം ആദ്യം പറയട്ടെ. കാരണം പച്ചക്കള്ളം പറഞ്ഞ് പ്രതിഫലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഷംസുദ്ദീന് മനസ്സിലാക്കിയതുകൊണ്ടാണോ മുഖ്യമന്ത്രിയെ കൊണ്ട് പത്രസമ്മേളനം നടത്തിച്ചത്? പേടിച്ചായിരിക്കുമോ? അല്ല, ഷംസുദ്ദീന്റെ ഒരു വേർഡ് അവിടെ കിടക്കുന്നുണ്ട്. PM ശ്രീ ഫണ്ട് കേരളം വാങ്ങിയിരുന്നു എന്ന ഒരു വലിയ കള്ളമുണ്ട്. ഒരു മന്ത്രി ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് പറയുന്നതാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾക്ക് ഭരണപക്ഷത്തിനെതിരെ എന്ത് ആക്ഷേപവും ഉന്നയിക്കാം, അത് പ്രശ്നമല്ല. പക്ഷെ അതുപോലെയല്ല, ഔദ്യോഗികമായിട്ട് ഒരു മന്ത്രി പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആദ്യ സമയത്ത് പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ മലയാളികളുടെ പൊതുബോധത്തെ മൊത്തത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കബളിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് ഇത് മനസ്സിലാവോ? ജനങ്ങൾക്ക് ഇത് അങ്ങനത്തെ മനസ്സിലാവാനുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിട്ട് ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ചിരി മതി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിത് കുറച്ചൊക്കെ സഹിക്കും, ഇത് കുറച്ചൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കും. ഒരു 100 പ്രാവശ്യം പറയുമ്പോൾ അതാണ് ഗീബൽസിൻ തന്ത്രം എന്നൊക്കെ പറയുന്നത്. എന്നെങ്കിലും ജോർജ് കുട്ടി പിടിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം ഇത് എത്ര നാളിത് പോകുന്നുണ്ട്. ഇത് ആളുകളുടെ അടുത്ത് പുലി വരുന്നതെന്ന് എത്ര ദിവസം പറഞ്ഞുകൊണ്ടിരിക്കും? വരണ്ടേ പുലി, എന്തെങ്കിലും ഒരു ദിവസം വരണ്ടേ?
എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറച്ചിലുകൾ കൊണ്ട് കാര്യമില്ല, ആക്ഷനാണ് വേണ്ടത്, അല്ലെങ്കിൽ എക്സിക്യൂഷനാണ് വേണ്ടത്. അത് നടപ്പിലാക്കാൻ ശേഷിയില്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് വെറുതെ ഇങ്ങനെ രാവിലെ തന്നെ ഒരു എന്താ പറയുക, വന്നിരുന്ന് പത്രക്കാരെ കണ്ട് പത്രക്കാരുടെ മുമ്പിൽ പച്ചക്കള്ളം വിളമ്പുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒരു പദ്ധതിയെ തമ്മിൽ ക്ലബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണോ? ഒരു കേന്ദ്ര സർക്കാർ, ഒരു സംഘീയ സർക്കാർ ഇവിടെ ഫെഡറൽ സംവിധാനത്തെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു സംസ്ഥാനത്തെ വെല്ലുവിളിക്കുന്ന സമയത്ത് ആണ് ഇതുപോലത്തെ ഈ ഒരു PM ശ്രീ അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വരുന്നത്. NCERTയുടെ യോഗത്തിലും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സംസ്ഥാന സർക്കാരും കൃത്യവും വ്യക്തവുമായിട്ട് പറഞ്ഞിട്ട് PM ശ്രീയുടെ നയങ്ങളുമായിട്ട് ഈ സംസ്ഥാനത്തിന് യോജിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സംഘീവൽക്കരിക്കാൻ വേണ്ടി തങ്ങൾ അനുവദിക്കില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകെപ്പാടെ PR മാറുമോ മുഖ്യമന്ത്രി? മിക്കവാറും അതിനുള്ള സാധ്യത ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അതുകൂടാണ്ട് തന്നെ രാജ്യസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. വേറൊരാൾ സംസാരിച്ചിട്ടില്ല. UDF എന്താ MP മാരില്ലേ? JB മേത്ര രാജ്യസഭ MP അല്ലേ? ഹാരിസ് ബീരാൻ UDF രാജ്യസഭ MP അല്ലേ? എന്താ ഇവരും ഉണ്ടാത്തത്? അത് കഴിഞ്ഞ സർക്കാർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്രിറ്റിസിസം വന്ന സമയത്ത് ആരും രാജ്യസഭയിലും ലോക്സഭയിലും ഈ വിഷയം ഒന്ന് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും ഓക്കെയാണ് ഈ പദ്ധതി. അല്ലെ, ഇപ്പൊ പദ്ധതി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിൽ പോയിട്ടുള്ള കേരളത്തിന്റെ MP മാരൊക്കെ കേരളത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഇവര് കേരളത്തിൽ നിന്ന് പോയിട്ട് ഡൽഹിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻജോയ്മെന്റ് എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് ലോക്സഭയിൽ അവതരിപ്പിക്കാനും അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ അവതരിപ്പിക്കാനും ഇവർ എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ MP മാർ നാട്ടിൽ വന്നിട്ട് നിങ്ങളെ കാണുമ്പോഴത്തേക്ക് ചിരിച്ചു കാണിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മരണ വീട്ടിലും കല്യാണ വീട്ടിലും വരുന്നത് കൊണ്ടോ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന റോഡുകളും പാലങ്ങളും ഒക്കെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ദേശീയ സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടോടുകൂടി വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണം കൊണ്ട് വന്നിരിക്കുന്നതാണ്. അതേസമയം ഇതുപോലെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് PM ശ്രീ പോലെയുള്ള വിദ്യാഭ്യാസ വകുപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തന്നെ കാവ്യവൽക്കരിക്കാൻ പോകുന്ന ഒരു പദ്ധതിയുമായിട്ട് വരുമ്പോൾ അതിനെ സർവ്വശക്തിയും എടുത്ത് എതിർക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഇവിടെ വലിയൊരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് അല്ലേ ഇവർ കേന്ദ്ര സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം PM ശ്രീയിൽ ഒപ്പിട്ടാൽ മാത്രമേ SSK ഫണ്ട് തരികയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ബുദ്ധിപരമായൊരു തീരുമാനം LDF സർക്കാർ സ്വീകരിക്കുന്നു. സൈൻ ചെയ്യുന്നു, ഒരു IAS ഉദ്യോഗസ്ഥ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചതിന് ശേഷം നയപരമായ എതിർപ്പ് കേന്ദ്രത്തെ അറിയിക്കുന്നു. NCERTയുടെ മീറ്റിംഗിൽ അതിൻ്റെ എതിർപ്പുകൾ അറിയിക്കുന്നു. ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തേ. അതിന് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇവിടെ കേരളത്തിൽ ഒരു ഉപസമിതിയെ വെച്ചതായിട്ട് വല്ല കാര്യമുണ്ടോ? എന്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്? PM ശ്രീയെ കുറിച്ച് പഠിക്കാനോ? PM ശ്രീയെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും അവൈലബിൾ അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടല്ലോ എന്താണ് PM ശ്രീ എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ബ്ലോക്കിൽ എത്ര സ്കൂളുകൾ, ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായൊരു ധാരണ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ പിന്നെ എന്തിനാണ് ആ സ്ഥാനത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തിനായിരിക്കും അപ്പം ഇന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു പച്ചക്കള്ളം അല്ല, ഇന്ന് വന്നിട്ട് PM ശ്രീയുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് സത്യം. അതിനകത്ത് നിന്ന് ഞാൻ പറഞ്ഞില്ല, മുസ്ലിം ലീഗിന്റെ ഒരു സൈലൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വർഷം കൂടിയേ ഈ പദ്ധതി മുമ്പോട്ട് പോകത്തുള്ളൂ. 2027 ഈ പദ്ധതി അവസാനിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് മലപ്പുറത്തുള്ള കുറേയധികം സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളെല്ലാം സ്വകാര്യ വ്യക്തികളുടെയാണ്. ഈ സ്കൂളുകളിലെയൊക്കെ PM ശ്രീ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നവീകരിക്കുക എന്ന ഒരു ലക്ഷ്യമാണുള്ളത്. അല്ലാണ്ട് ഇവിടെ ഈ പറഞ്ഞ അപ്പോഴും നമ്മൾ ഭയക്കേണ്ട വലിയൊരു സംഭവമുണ്ട്. PM ശ്രീ ഫണ്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായിട്ട് ഒപ്പിടുന്ന എഗ്രിമെന്റ്, ആ എഗ്രിമെന്റിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു പഠനം നടത്തേണ്ടതുണ്ട്. ഫണ്ട് വാങ്ങിച്ചിട്ട് പദ്ധതി നടപ്പിലാക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്താണ് എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇവരിൽ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ആദ്യം പൈസ വാങ്ങിച്ചെടുക്കുക, ഈ സ്കൂളുകൾ നവീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ എന്നൊക്കെയുള്ള ഒരു മൈൻഡിലാണ് ഈ കാര്യം മുമ്പോട്ട് പോകുന്നതെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും ഈ സർക്കാർ പോകുന്നത്. ജനങ്ങളുടെ പൊതുബോധത്തെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു സർക്കാരിന് അധിക നാൾ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്.